വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ റൈറ്റർ. അപ്പോൾ ഇനി ഇങ്ങനെ പറയാൻ പറ്റുമോയെന്ന് ഞാൻ ശരിക്കും ഒരു കൺഫ്യൂഷനിലായിരുന്നു. അതായത് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10-നും 11-നും ഇടയ്ക്ക് എനിക്കൊരു മെയിൽ റിസീവ് ചെയ്തു ഞാൻ. അതായത് നമ്മുടെ ചാനൽ റിക്കവറായി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എന്തോ സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര സന്തോഷമായി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ഹാക്ക് ചെയ്ത സമയത്ത് എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചു അതിൻ്റെ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്ന രീതിയിലായിരുന്നു എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു കിട്ടിയപ്പം. അപ്പോൾ ഈ ഒരു ചാനൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 42.4K ആയിരുന്നു. പെട്ടെന്ന് അതൊരു 42Kയിലേക്ക് വന്നായിരുന്നു. അതായത് പെട്ടെന്നാണ് ഒരു 400 പേര് അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്തു. അതെന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ അവർ അൺസബ്സ്ക്രൈബ് ചെയ്തു. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ സബ്സ്ക്രിപ്ഷൻ പോകും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിന്നത്. പിന്നെ അത് നോക്കിയിട്ടും കാര്യമില്ലല്ലോ. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്, വ്യൂ കൂട്ടാനാണോ എന്ന് വരെ എന്നോട് ചോദിച്ച കക്ഷികളുണ്ട്. ആക്ച്വലി വ്യൂ കൂട്ടാൻ നമുക്ക് വേറെ എന്തെല്ലാം വഴികളുണ്ട്. അത് ഈ ഒരു വഴിയിലേക്ക് പോയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ കരയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ഒരു വീഡിയോ ഇടണമെന്ന് പോലും ചിന്തിച്ച ഒരു വ്യക്തിയല്ല. കാരണം അത് ഇടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേച്ചിയും കൂടെയാണ് പറഞ്ഞത്, അങ്ങനെ ഒരു വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ, നീ ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട, ഒരു 5 മിനിറ്റെങ്കിലും ഒരു വീഡിയോ ഇടല്, 2 മിനിറ്റെങ്കിലും ഇട്ട് അവരോട് കാര്യം പറ. അതായത് ഈ ചാനൽ ഇങ്ങനെ ഹാക്ക് ആയിരിക്കുകയാണ്. അവരങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ചാനലല്ലേ പോലും എന്തിനിങ്ങനെ നടന്ന് കരയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചാനൽ ഈ ഹാക്ക് ചെയ്ത ആൾക്കാരിട്ട വീഡിയോസ് അത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞത്. കാരണം ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഹാംഫുൾ കണ്ടന്റ് ആയിരുന്നു ആ ഒരു വീഡിയോയിലുള്ളത്. അത് ശരിക്കും നമ്മുടെ യൂട്യൂബ് പോളിസീസിന് എതിരാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ നന്നായിട്ട് നോക്കി വളർത്തിയ ഒരു ചെടി പെട്ടെന്ന് ഒരു സുഖത്തിൽ കരിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് വിഷമം വരില്ലേ? അതുപോലെ ഒരു വർഷം കൊണ്ട്, അതായത് April 28, 2020 ഞാൻ ചാനൽ തുടങ്ങിയത്. 2021 വന്നപ്പോൾ കറക്റ്റ് 1 year and 1 month ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും നാളത്തെ എൻ്റെ ഒരു ഹാർഡ് വർക്കാണ് ഈ ഒരു 42K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഒരു 143 വീഡിയോസ് ഞാൻ ആ ഒരു ദിവസം, ഇപ്പോൾ ടോട്ടൽ 144 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 143 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ. അപ്പോൾ അത്രമാത്രം നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി. അതുപോലെ നിങ്ങൾ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മിക്ക ആൾക്കാർക്കും അറിയാം, ഞാനും ഇൻസ്റ്റയിലായിക്കോട്ടെ വാട്സപ്പിലായിക്കോട്ടെ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി തരാറുണ്ട്, നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ ലൈഫിലെ സമയം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിനൊന്നും ഒരു അർത്ഥമില്ലാതാകുക എന്നുള്ളത് ശരിക്കും നമ്മളെ ഡിപ്രസ്ഡ് ആക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ്. അതുകൂടാതെ എന്നെ കൂടുതൽ ഹോണ്ട് ചെയ്ത ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ ഞാൻ പറയില്ലേ, ഹാക്ക് ചെയ്ത ആൾക്കാർ ഇട്ട വീഡിയോ അന്ന് ഒരെണ്ണം കംപ്ലീറ്റ് അവർ അപ്ലോഡ് ചെയ്തു. അത് വരികയും ചെയ്തായിരുന്നു. അതിന് 500 വ്യൂവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടാമത്തെ വീഡിയോയും അപ്ലോഡ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു. എൻ്റെ ഫോട്ടോ മീൻസ് എൻ്റെ ദ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കവർ പിക്ക് ഇട്ടിട്ടില്ലേ, ഓറഞ്ച് കളർ ബാക്ക്ഗ്രൗണ്ടിൽ, അതാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. രണ്ടാമത്തത് യൂട്യൂബുകാർ തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ചില ആൾക്കാർ ഇത് വ്യൂ കൂട്ടാനാണോ അങ്ങനെയൊക്കെ എന്നോട് ആ വീഡിയോയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയണം, ആ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ. എനിക്ക് ഇപ്പോൾ എന്നെ തന്നെ നാണം കെടുത്തിക്കൊണ്ട് എനിക്ക് ഒരു പ്രമോഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബ് അത് മതി, എനിക്ക് അതിൽ കൂടുതൽ വേണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്താണെങ്കിൽ നമുക്ക് വ്യൂ കൂട്ടാൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ കുറേ വഴികളുണ്ട് യൂട്യൂബിൽ. അതിലൊന്നും ഞാൻ പോയിട്ടില്ല. അതുപോലെ ഇപ്പം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറയാണ്, എനിക്ക് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ കമ്പനീസും കാര്യങ്ങളും നമ്മളെ അപ്രോച്ച് ചെയ്യും, അവരുടെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് മിക്കപ്പോഴും എൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ചാനലാണ്. എനിക്ക് പ്രോട്ടീൻ പൗഡറും ഈ പ്രോട്ടീൻ ഷേക്ക് അതിൻ്റെയൊക്കെ പ്രമോഷനാണ്. പിന്നെ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ പ്രമോഷന് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും അത്ര കൺസിഡർ ചെയ്തിട്ടില്ല. ഞാൻ അത്രയും
എന്താ പറയുക, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. പോട്ടെ, അതിങ്ങനെ വരും പോകും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവിടുത്തെ ഒരു ടോപ്പ് ബ്രാൻഡ് സാറ എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ സ്പോർട്സ് വെയർ, അത് ഞാൻ എക്സസൈസ് വീഡിയോസ് ഇടുമല്ലോ, അപ്പോൾ അവരങ്ങനെയാണ് ആ മെയിൽ സെറ്റ് ചെയ്തത്. നിങ്ങളുടെ എക്സസൈസ് വീഡിയോസ് എല്ലാം കണ്ടു, അപ്പോൾ നിങ്ങൾ എക്സസൈസ് വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എക്സസൈസ് ഇടാൻ നേരത്ത് ഞങ്ങളുടെ സ്പോർട്സ് വെയർ കളക്ഷനിലെ ഡ്രസ്സസ് നിങ്ങൾ ഇടുക, എന്നിട്ട് ഞങ്ങൾക്ക് അതൊരു പ്രൊമോഷൻ ആണെന്നുള്ള രീതിയിലാണ് ഇവർ അയച്ചു തന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇവർ ഒരു കോൺട്രാക്റ്റ് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫോം. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇൻട്രസ്റ്റ് ആണെങ്കിലെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പം ജെനുവിനായിട്ട് തോന്നി ഓപ്പൺ ചെയ്തു. അപ്പോൾ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഫയല് നമ്മുടെ PC, അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ ഓൺ ആവത്തുള്ളൂ, പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഓൺ ആവത്തുള്ളൂ, ഫോണിൽ ഓപ്പൺ ആവത്തില്ലെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ ഇട്ടപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എന്തോ ഫീഡ് ചെയ്യുന്നത് പോലെ തോന്നി. പക്ഷേ എന്തോ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. ഇപ്പം പാസ്വേഡ് പ്രൊമോഷൻ എന്നാണ് ഇവർ തന്നത്. അപ്പം ഭയങ്കര ജെനുവിൻ അല്ലേ, പ്രൊമോഷൻ എന്നുള്ള പാസ്വേഡും ഒക്കെയാണ് തന്നത് ആ ഒരു വീഡിയോയ്ക്ക്. ഒരു വീഡിയോയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അവരുടെ ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഒട്ടും സൈൻ ഇൻ അത് ഓപ്പൺ ആവുന്നില്ല ലാപ്ടോപ്പിൽ. അങ്ങനെ എൻ്റെ ഒരു ബ്രദറുണ്ട്, ബ്രദർ IT പ്രൊഫഷണലാണ്. പുള്ളിയോട് ഞാനിത് അയച്ചു കൊടുത്തിട്ട് ഇതെന്താ ഓപ്പൺ ആവാത്തതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഇത് സ്പാം ആണെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്പാം ആണ്, ഇനി ഇവരായിട്ടൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്നുള്ള രീതിയിലെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വട്ടം ഇത് എൻ്റെ ലാപ്ടോപ്പിൽ ട്രൈ ചെയ്ത് നോക്കിയെന്ന്. അപ്പോൾ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടി. നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ എന്നും നമ്മുടെ ഒരു ലാപ്ടോപ്പേ ഉള്ളൂ, നമ്മൾ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ നമ്മളൊന്നെങ്കിൽ ആ പാസ്വേഡും കാര്യങ്ങളും അങ്ങ് ഓട്ടോമാറ്റിക് സേവിന് കൊടുക്കും, സേവ് എന്നുള്ള ഓപ്ഷൻ ചെയ്ത് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഓപ്പൺ ചെയ്യും, സൈൻ ഔട്ട് ഒന്നും ചെയ്യത്തില്ല. അത് വലിയൊരു മണ്ടത്തരമാണ്. നമ്മൾ ഏതൊരു സിസ്റ്റത്തിൽ നമ്മൾ സൈൻ ഇൻ ചെയ്താലും നമ്മൾ സൈൻ ഔട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ വെരിഫിക്കേഷൻ, എന്നോട് കമൻറ്റിൽ പറഞ്ഞു ചേച്ചി ഡബിൾ വെരിഫിക്കേഷൻ ചെയ്യാൻ. ആക്ച്വലി ഞാൻ ഡബിൾ വെരിഫിക്കേഷൻ ചെയ്ത് എൻ്റെ അക്കൗണ്ടാണ് ഹാക്ക് ചെയ്തത്. എൻ്റെ ഫോണിലും മെയിലിലും ഞാൻ വെരിഫിക്കേഷൻ കോഡ്സ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവർ ഹാക്ക് ചെയ്ത സമയത്ത് എല്ലാം ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സൈൻ ഇൻ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മെയിൽ ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇമോഷണലി ആരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് JP Tech എന്ന് പറയുന്ന ഒരു ചാനൽ, അതിനകത്ത് ഒരു വീഡിയോ ഞാൻ കാണുന്നത്, എൻ്റെ ചാനൽ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വൈശാഖ് പറഞ്ഞ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് എന്ന് ട്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുമെന്നും. അതും ട്വിറ്ററിൽ, എനിക്ക് ട്വിറ്ററിലെ അക്കൗണ്ട് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ട്വിറ്ററിലെ അക്കൗണ്ട് എടുത്തിട്ട് അവർ ട്വിറ്റ് ചെയ്തു. അവരപ്പം തന്നെ റെസ്പോണ്ട് തന്നു, നിങ്ങൾക്കൊരു റിക്കവറി മെയിലിൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഇനിയും തൊട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് വെച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു മെയിൽ ID കൊടുത്തു. അപ്പോൾ പിന്നെ അവരെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ജിജോന്നോ എന്തോ പറഞ്ഞ ഒരാളാണ് എനിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് അവർ തന്നത്. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു ഫോം അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ആ ഫോമിൻ്റെ കൂടെ നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പുള്ളിക്ക് ഇത് മെയിലും എല്ലാം അറ്റാച്ച് ചെയ്ത് അയച്ചു. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് മെയിൽ വന്നത് റിക്കവർ ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് റൈറ്റ് ആണെന്ന് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ റൈറ്റ് ആണെന്ന് തന്നെ വരും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അന്നത്തെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേരെന്നോട് പറഞ്ഞു ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ തന്നെ ആണല്ലോ വരുന്നതെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. ദ റൈറ്റ് ടേൺ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നത് റിപ്പിൾ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. എൻ്റെ വീഡിയോസും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ പേര് ദ റിപ്പിൾ ന്യൂസ്. അതുപോലെ തന്നെ അവരിട്ടിരുന്ന വീഡിയോസ്, അവർ അപ്ലോഡ് ചെയ്യാനിട്ട വീഡിയോസും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ്. അങ്ങനെയുള്ള കണ്ടന്റ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്യും, യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഇവർ റിമൂവ് ചെയ്തത്. മെയിൽ ചെയ്ത് ഞാൻ എൻ്റെ ഒരു പാർട്ട് ക്ലാരിഫൈ ചെയ്തപ്പോഴാണ് അവരെനിക്കിത് തന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു ഹാക്കേഴ്സിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. പിന്നെയാണ് റിക്കവറി പ്രോസസ്സിങ് അവർ വിട്ടത്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 78 hours ആണ് പറഞ്ഞത്. 48 hours തന്നെ എനിക്ക് എൻ്റെ ചാനൽ തിരിച്ചു കിട്ടി. പിന്നെ കുറേ പേര് പറഞ്ഞു മേ ബി വേറൊരു ചാനൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ചാനൽ നെയിമും കാര്യങ്ങളും മാറും, വീഡിയോസും സബ്സ്ക്രൈബേഴ്സും സെയിം ആയിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതി തന്നെയായിരുന്നു. എന്തായാലും ഇവരുടെ കയ്യിൽ നിന്ന് എൻ്റെ ചാനലൊന്ന് രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ. കാരണം
ഇവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ ചോദിച്ചാണ് കമൻറ്റിൽ, ഇയാൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്, ഇയാൾക്കൊരു ജോലിയില്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അവിടെ ജോലിയുടെയോ ഒന്നും കാര്യമല്ല നമ്മൾ കെയർ ചെയ്യുന്നത്. അവിടെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോയും അതിലൂടെ മറ്റുള്ളവർ നമ്മളെ ഏത് രീതിയിൽ കാണുമെന്നുള്ളതാണ്. അപ്പം അത് എത്രമാത്രം എത്ര ആൾക്കാർക്ക് അത് മനസ്സിലാകുമെന്ന്, എൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാകുന്നു. അപ്പം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾ പക്ഷെ ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലായിരുന്നു. നിങ്ങളൊന്നും അതൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അവർ മിഡ് നൈറ്റ് ഒക്കെയാണ്, അതുകൊണ്ടായിരിക്കാം മിക്ക ആൾക്കാരും കാണാഞ്ഞത്. പക്ഷെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിച്ചേ അത് ഞാൻ ചെയ്തതാണെന്ന്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്തായി മാറും? ഒന്നും ഇല്ലാതായി മാറത്തില്ല. അതായത് വെറും ഒരു ബിഗ് സീറോ ആയി മാറുന്ന ഒരവസ്ഥ. അപ്പം അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ചാനൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തെ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ഡെഡിക്കേഷനും നമ്മുടെ സാക്രിഫൈസ്, നമ്മുടെ ടൈമിൻ്റെ സാക്രിഫൈസും എല്ലാത്തിൻ്റെ ഒരു റിസൾട്ടാണ്. അത് പെട്ടെന്ന് ഇല്ലാതെയാകുക എന്നുള്ളത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ വ്യൂ കൂട്ടാനാണോ വീഡിയോ ഇട്ടേ, അങ്ങനൊന്നും അല്ല. ആ ഒരു ചാനലിൽ പിന്നെയും വീഡിയോ, നിങ്ങൾക്ക് അറിയാമോ, ഈ ഒരു 2 ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് വീഡിയോ വല്ലതും അപ്ലോഡ് ആവുന്നുണ്ടോ. കാരണം ഇവർ രാത്രിയിലാണ്, ഒരു 2 മണിക്കും 1 മണിക്കും ഇടയ്ക്കൊക്കെയാണ് ഇവർ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ കുത്തിയിരിക്കുകയാണ്. ഓക്കെ, അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ രാവിലെ എന്നത്തെയും പോലെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുന്നു, സബ്സ്ക്രൈബേഴ്സ് എത്ര ആയി നോക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും, എന്തെങ്കിലും കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോഴാണ് ഒന്നും കാണുന്നില്ല, ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഹസ്ബൻഡിനെ പറഞ്ഞു. ഹസ്ബൻഡ് രാവിലെ 6 മണിക്ക് പോയ ആളാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ അമ്മാതിരി രീതി കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, BA പഠിച്ച ഒരു ഫ്രണ്ട് പറയാണ്, നീ ഇതുവരെയായിട്ട് മാറിയില്ല, നീ ഇപ്പോഴും ഇമോഷണൽ ആണോ, നിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഭയങ്കര ബോൾഡായെന്ന്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം അത് നല്ലതല്ല. ലൈഫിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കണം. നമ്മുടെ ലൈഫ് എപ്പോഴും സ്മൂത്തായിട്ട് പോകത്തില്ല, ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരാൾ എൻ്റെ മുമ്പിൽ എന്താണ് അതാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പം എൻ്റെ അടുക്ക് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാറുണ്ട്, നിങ്ങൾ സംശയങ്ങൾ, എനിക്ക് വേണേൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കാം. പക്ഷെ അതൊരിക്കലും എൻ്റെ പ്രൊഫഷണൽ എത്തിക്സിന് അത് എതിരാണ്. എനിക്ക് പറ്റുന്നത്, എന്നെക്കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നോട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർ വരെ ഉണ്ട്. അവരോട് പോലും ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരാളിങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെ അയാളുടെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എന്ത് സന്തോഷം മനസ്സുഖം കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതെല്ലാം റിജക്റ്റ് ചെയ്യുന്നു, അല്ലെ അതെല്ലാം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നു. എനിവേ, വീഡിയോസ് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും എനിക്ക് മെയിലും ഒക്കെ അയച്ചിട്ടുള്ളവർക്കൊക്കെ ഞാൻ മെയിൽ, അതേപോലെ തന്നെ ഞാൻ അതുപോലെ മെയിൽ ID ചേഞ്ച് ചെയ്യും, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ വാട്സാപ്പ്, അതിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വിത്തിൻ ദിസ് 2 days. പിന്നെ ഒരു കാര്യം, എനിക്ക് വീഡിയോസ് ഇനി തൊട്ട് ലാപ്ടോപ്പിൽ തന്നെ വേണം എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചെയ്യാൻ. എൻ്റെ ഫോണിൽ ഇതുവരെയായിട്ടും എനിക്ക് ആക്സസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും ഇച്ചിരി ടൈം കൺസ്യൂം. നിങ്ങൾ തരുന്ന കമൻസിന് റിപ്ലൈ തരാനും ലാപ്ടോപ്പ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഫോണിൻ്റെ കൂട്ട് അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സങ്കടവും വിഷമവും കരച്ചിലും ഒക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും, നമുക്ക് വേണ്ട, ഇങ്ങനൊരു ചാനലേ നമുക്ക് വേണ്ട, നമുക്ക് യൂട്യൂബേ വേണ്ട. കാരണം അവർക്കൊക്കെ, അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഞാൻ അങ്ങനെ ഫേക്കായിട്ട് വന്നിരുന്ന കാര്യം ഒരാളൊന്നും അല്ല. എനിക്ക് അത്ര ഇമോഷണലി ടച്ച് ആയിട്ടാണ് ഞാൻ അപ്പം അങ്ങനെ ഇമോഷണൽ ആയത്. പിന്നെ ചാനലേ വേണ്ട എന്നുള്ള ഡിസിഷനിൽ വരെ എത്തുന്ന ഒരു ഘട്ടത്തിലെത്തി. കാരണം അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ കണ്ടപ്പം. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചത്, ഒരു 95% എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ആ 5% വേണ്ടി ഞാൻ എന്തിനാ എൻ്റെ ചാനൽ ഇല്ലാതാക്കുന്നത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേച്ചി, ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഗിവ് അപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള രീതി ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് എനിക്ക് തന്നു. എൻ്റെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരോടും, നിങ്ങൾ ഓരോരുത്തരുടെയും, നമ്മുടെ ഈ ഫാമിലിയോട് ഫുള്ള് വളരെ വളരെ നന്ദി. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ടൊക്കെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മച്ച് സപ്പോർട്ട് ആൻഡ് പ്രേയേഴ്സ്. Once again, thank you so much.